ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ആറൂസ് ക്രാഫ്റ്റ് ആൻഡ് കിച്ചൺ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കോളിഫ്ലവർ എങ്ങനെ ക്രിസ്പി ആയിട്ട് പൊരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ്. നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. നല്ല മൊരിഞ്ഞ വറുത്തെടുക്കുന്ന കോളിഫ്ലവർ എങ്ങനെയാണെന്ന് നോക്കാം. അതിനു വേണ്ടി ആദ്യം തന്നെ ഒരു മീഡിയം സൈസ് കോളിഫ്ലവർ ഇങ്ങനെ ചെറിയൊരു നീളത്തിൽ മുറിച്ചിട്ടെടുക്കാം. ഇത് ഞാൻ നേരത്തെ മഞ്ഞളും ഉപ്പും സുർക്കയും ഇട്ടിട്ടുള്ള വെള്ളത്തിൽ ഒരു അരമണിക്കൂർ നേരം വെച്ചിട്ടുള്ളതാണ്. അതിനുശേഷം ആ വെള്ളം ഒഴിവാക്കി കളയാം. വീണ്ടും ഒന്നും കൂടെ കഴുകിയെടുത്തിട്ടുള്ളതാണ് ഈ കോളിഫ്ലവർ. വേണമെങ്കിൽ നിങ്ങൾക്കിത് തിളച്ച വെള്ളത്തിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ കോരിയെടുത്താലും മതി. എങ്കിൽ മാത്രമേ നമുക്ക് കോളിഫ്ലവർ നല്ലപോലെ വൃത്തിയായിട്ട് കിട്ടുള്ളൂ. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അടുത്തത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി. ഞാനിപ്പോൾ ഇവിടെ പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പുട്ടുപൊടിയും എടുക്കാം. അടുത്തത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇനി കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില. ഇനി വേണ്ടത് കുറച്ച് വെള്ളവും പൊരിക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ്. ഇനി നമുക്ക് കോളിഫ്ലവർ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അതിനെന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ പാത്രം ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം. കൈ കൊണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഈ പാത്രം ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ആ മഞ്ഞൾപ്പൊടി മുഴുവനായിട്ടും ചേർക്കാം. അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നേരത്തെ മഞ്ഞൾപ്പൊടി ആക്കിയ പോലെ തന്നെ ആക്കി കൊടുക്കാം. നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് കൈകൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ആ പാത്രം ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഇനി കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് അരിപ്പൊടിയാണ്. പത്തിരിപ്പൊടിയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ പുട്ടുപൊടിയാണെങ്കിൽ അതും യൂസ് ചെയ്യാം. അതും നല്ലപോലെ ഇതുമായിട്ട് കോളിഫ്ലവറുമായിട്ട് മിക്സ് ചെയ്താക്കാം. ഇപ്പോൾ ഇതെല്ലാം നല്ലപോലെ കോട്ടിങ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ. കുറച്ച് അധികം ആയാലും കുഴപ്പമൊന്നുമില്ല, നല്ല സ്വാദുണ്ടാകും. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് നല്ല പോലെ കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യാറ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബാറ്റർ പോലെ ഈ മഞ്ഞളും മുളകും എല്ലാം തന്നെ ആക്കിയിട്ട് അതിലിങ്ങനെ മുക്കി പൊരിച്ചെടുത്താലും മതി. അതും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒരു 10-15 മിനിറ്റ് ഇതിങ്ങനെ തന്നെ വയ്ക്കാം. അതിനുശേഷം നമുക്ക് പൊരിച്ചെടുക്കാം. സ്റ്റൗവിൽ ഒരു കടായി വയ്ക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഒഴിക്കണ്ട. നമുക്കിത് തിരിച്ചു മറിച്ചു വിട്ടിട്ടാണ് നമ്മളിത് പൊരിച്ചെടുക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് വേണ്ട, ആവശ്യത്തിനുള്ളത് ഒഴിച്ചാൽ മതി. അതിനുശേഷം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഓരോന്നായിട്ട്
ഇട്ട് കൊടുക്കാം. എല്ലാം ഇങ്ങനെ വെളിച്ചെണ്ണയായിട്ട് ടച്ച് ചെയ്തിട്ട് നിൽക്കണം, എങ്കിൽ മാത്രമേ നല്ല പോലെ പൊരിഞ്ഞു വരുള്ളൂ. ഒരുപാട് പൊരിക്കണ്ട, ആ സമയത്ത് അത് തീരെ കഴിക്കാനില്ലാത്ത തരത്തിലായിപ്പോൾ. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഒരു സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഒരു മീഡിയം വേവ് ആവുന്ന സമയത്ത് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെയാണ് ഞാൻ പൊരിച്ചെടുക്കാറ്. നല്ല സ്വാദുണ്ടാവാറുണ്ട്. പൊരിച്ച ആ ഒരു സമയത്ത് കഴിക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിരിക്കും. പിന്നെ തണുത്ത് പോകുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ് അങ്ങ് പോവും. അതുകൊണ്ട് ഇത് ഏറ്റവും പെട്ടെന്ന് തന്നെ കഴിക്കാം, ഉണ്ടാക്കുക, പെട്ടെന്ന് തന്നെ കഴിക്കാം. അപ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്കിത് ഓരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ കോളിഫ്ലവർ നല്ല പോലെ പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെളിച്ചെണ്ണയിൽ നിന്നും കോരി മാറ്റി വയ്ക്കാം. ഈ ഒരു സ്ട്രെയിനറിൽ ഇട്ട് കൊടുത്താൽ ആ വെളിച്ചെണ്ണ അങ്ങ് പൊയ്ക്കോളും. അതിന് വേണ്ടിയിട്ടാണ് സ്ട്രെയിനറിൽ ഇട്ടിട്ട് കുറച്ച് നേരം ഇങ്ങനെ പിടിച്ചു കൊടുക്കുന്നത്. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള കോളിഫ്ലവർ നമുക്ക് പൊരിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലത്തെ വെളിച്ചെണ്ണ ഒന്ന് പോയി തോന്നുകയാണെങ്കിൽ നമുക്ക് ഒരു പാത്രത്തിൽ പ്ലേറ്റിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനൊന്ന് എടുത്ത് കഴിച്ചു നോക്കി, നല്ല ക്രിസ്പിയാണ്, നല്ല സ്വാദുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇങ്ങനെ തന്നെ പൊരിച്ചെടുക്കാം. കറിവേപ്പില ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അവസാനം ഇത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ മല്ലിയിലയും കൂടെ വിതറി കൊടുക്കാം. ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്ക് എടുത്തിട്ടുള്ള കോളിഫ്ലവർ മുഴുവനായിട്ടും നല്ല പോലെ പൊരിച്ചെടുക്കാം. ഇത് ചപ്പാത്തിക്കൊക്കെ സൂപ്പർ ടേസ്റ്റാണ്. ചപ്പാത്തിക്കാണെങ്കിലും ചോറിനാണെങ്കിലും. ചോറിന് ഈ കോളിഫ്ലവർ ഫ്രൈ ഒക്കെ ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. ചപ്പാത്തിക്കും നല്ല കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. വെജിറ്റേറിയൻകാർക്ക് വളരെ ഇഷ്ടപ്പെടുന്നൊരു ഫുഡ് ഐറ്റമാണിത്. അപ്പം നമ്മൾ കോളിഫ്ലവർ ഫ്രൈ റെഡി ആയി കഴിഞ്ഞു. അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പം നിങ്ങളങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. കൂടാതെ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. താങ്ക് യു. ബൈ.